ഹലോ എവ്രി വൺ. നമുക്കറിയാം ഇന്ന് ഒരുപാട് ബൊട്ടിക്കുകൾ അല്ലെങ്കിൽ ഫാഷൻ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പരാജയങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാജയപ്പെട്ടു പോകാനുള്ള കുറച്ച് അല്ലെങ്കിൽ ഒരു 7 റീസൺസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഒരു പാഷൻ്റെ പുറത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ സ്റ്റിച്ചിങ്ങിനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസൈനിങ്ങിനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫാബ്രിക്കിനോട് വളരെയധികം ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ബൊട്ടിക് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് ആളുകൾ മാത്രം അതിനകത്ത് വിജയിക്കുന്നു, കുറച്ച് പേര് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു പാഷൻ കൊണ്ട് മാത്രം നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്, നമുക്ക് കസ്റ്റമർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, മീൻസ് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ഇൻകം ഗോൾ ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മളൊരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ അത് പരാജയപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇത് പ്ലാൻ ഇല്ലാത്തതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ആരാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ളൊരു ഓഡിയൻസ് എന്നറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്നറിയാത്തതുകൊണ്ടാണ്. നമുക്കറിയാം നമ്മളൊരു ബൊട്ടിക്ക് നടത്തുകയാണെങ്കിൽ അതൊരു ബ്രൈഡൽ ബൊട്ടിക്കാണെങ്കിൽ ആ ബ്രൈഡൽ ബൊട്ടിക്കിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ നമുക്ക് എല്ലാ മേഖലയിലുള്ള എല്ലാ ഇപ്പോൾ ഡ്രസ്സിനോട് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിവിടെ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം അതിലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് കസ്റ്റമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം ടാർഗറ്റ് കസ്റ്റമർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബ്രൈഡൽ ബൊട്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്രൈഡൽ ബൊട്ടിക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ കൊടുക്കാൻ പറ്റും, പുതിയ നല്ല ഡിസൈൻസ് കൊടുക്കാൻ പറ്റും, അതിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള എംബലിഷ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അതിനകത്ത് ഹയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ സെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. അതേസമയം നിങ്ങൾ പല വസ്ത്രങ്ങളാണ് ആ ഒരു ബൊട്ടിക്കിൽ സ്റ്റിച്ച് ചെയ്യുകയും കസ്റ്റമൈസേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഈ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റാതെ പോകും. സോ അതുകൊണ്ടാണ് മിക്കവാറും പേര് പരാജയപ്പെട്ടു പോകാനുള്ളത്. കാരണം നമുക്ക് എക്സോസ്റ്റ് ആവും, എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല, എന്തൊക്കെ ഡിസൈൻ കൊണ്ടുപോകണമെന്ന് അറിയില്ല. സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എല്ലാ കാര്യവും. അത് കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ലേബേഴ്സിനെയൊക്കെ വെച്ച് നമുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ടാർഗറ്റ് കസ്റ്റമർ അറിയാതെ ബിസിനസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാരണമാണ് പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ല എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജി കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സർവീസിന് നമ്മൾ കൃത്യമായിട്ടൊരു പ്രൈസിങ് സ്ട്രാറ്റജി നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം. അയ്യോ ഞാനിപ്പോൾ ഇത്രയും പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് പ്രൈസ് കൂടുതലാണെന്ന് പറയുമോ, അല്ലെങ്കിൽ എൻ്റെക്കാൾ ചീപ്പായിട്ട് ഓരോരുത്തരും അത് സെർവ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി പ്രൈസ് കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ അത് കില്ല് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ എക്സ്പെൻസ് എത്രയാണെന്ന് കണക്കാക്കുകയും അത് നമുക്ക് എത്രത്തോളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിൽ റൺ ചെയ്യാമെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നല്ല സർവീസ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ് മിക്ക ബൊട്ടിക്കാരും പരാജയപ്പെട്ടു പോകണം. ചിലർക്ക് പേടിയാണ് പ്രൈസ് കൊടുക്കാനായിട്ട്. ചില വീഡിയോസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്രയും റേറ്റിനൊന്നും അല്ല, നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് എന്നിട്ടും കസ്റ്റമർ പരാതി പറയുന്നു. അത് ശരിക്കും നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ പൊസിഷൻ ചെയ്ത് നോക്കിക്കുകയും നമ്മളെ പ്രൈസിങ് സ്ട്രാറ്റജി ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കിക്കുകയും അപ്പോൾ ശരിക്കും നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കസ്റ്റമേഴ്സിനെ, ജെന്യുവൻ ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുകയും ഈ ചീപ്പ് കസ്റ്റമേഴ്സിനെ ഒഴിവാക്കാനും സാധിക്കും, നമ്മുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നല്ലതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല ബിസിനസ്സിൽ ചെയ്യാനായിട്ട് കഴിവൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വിസിബിലിറ്റി കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാത്ത ആളുകൾക്കാണ് പരാജയം സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. സോ വിസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഒരിക്കലും നമ്മളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ പറ്റില്ല, നമ്മുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാത്തതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്.
സോ നിങ്ങൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നന്നായി പഠിക്കുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പോവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. നമ്മൾ ഡിസൈനിങ് ചെയ്യും, നമ്മൾ ഈവൻ നമ്മൾ ക്ലീനിങ് വരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെയിൽസും മാർക്കറ്റിങ്ങും ഡിസൈനിങ്ങും ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുകയാണ്, ഒറ്റ ആൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ആയി പോകും, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡെലിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിൽ അത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുതരും എന്നുള്ളതാണ്. ഇനി നമ്മൾ മിക്കവാറും സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബിസിനസ്സിൽ ഇമോഷണൽ ഡിസിഷൻസ് പാടില്ല. കാരണം അയ്യോ ഞാനിത് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലായി പോവോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ ഞാനിനി ഇതിപ്പോൾ എനിക്ക് ഇത് അറിയില്ല ഇത് ചെയ്യാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കാതെ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അത് പഠിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മളെ എന്തെങ്കിലും കളിയാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ക്ലോത്തിങ് ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ആളുകൾ, എന്നെ അറിയുന്ന ആളുകൾ ചോദിച്ചു, നിനക്ക് എന്താണ് ഇത്രയും നല്ല ജോലി വിട്ടിട്ട് നീ ഈ ഒരു ചെയ്യുന്നത്? പക്ഷെ അങ്ങനെ നമ്മളെ പലപ്പോഴും പല ആൾക്കാരും പിന്നോട്ട് വലിക്കും. അപ്പോൾ ആ ഇമോഷണലിൻ്റെ പുറത്ത് നമ്മൾ അത് വിട്ട് കളയുകയോ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കാതിരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. ഇമോഷണലായിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇനി ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം. കാരണം നമ്മളുടെ ബിസിനസ്സിൽ ഇപ്പോൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കോളിങ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടി പോലുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക, നമ്മളത് ഡെലിഗേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മളത് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ പഠിച്ച് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകളാണ് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സപ്പോർട്ടും ഗൈഡൻസും അതുപോലെ തന്നെ റോഡ് മാപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്ററെയൊക്കെ കണ്ടെത്തുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ട്രയൽ ആൻഡ് എറർ നോക്കാതെ, നിങ്ങളുടെ ബിസിനസ്സിൽ ടൈം ഒരുപാട് വേസ്റ്റ് ആവാതെ നിങ്ങളുടെ ബിസിനസ്സിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഒരു പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതൊരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളെപ്പോലുള്ള അംബീഷ്യസ് ആയിട്ടുള്ള വിമൻസിന് ഒരുപാട് പേര് അവരുടെ ബിസിനസ്സിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗൈഡൻസും സപ്പോർട്ടും എടുത്തിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഞാനൊരു വാട്സപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ സി യു ഓൺ ദി വാട്സപ്പ് കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ. നമ്മളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി.